ഒലിവർ ഇഞ്ചോടി അച്ഛനെ ഇന്നത്തെ ജപമാലയ്ക്ക് ശേഷമുള്ള സന്ദേശം നൽകാൻ പരിചയപ്പെടുത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അച്ഛൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമീബിയയിലെ CMA സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന സെമിനാരിയിൽ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോകുന്നതിന് മുമ്പ് അച്ഛൻ CRIയുടെ ജോലിയായിട്ട് ഡൽഹിയിലും അതിനു മുൻപ് 15 വർഷത്തോളം ഫിലിപ്പീൻസിൽ പഠിക്കുകയും പാസ്റ്റ് മിനിസ്ട്രി ചെയ്ത് അദ്ദേഹം എക്കോ സ്പിരിച്വാലിറ്റി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള അച്ഛനാണ്. ബഹുമാനപ്പെട്ട ഒലിവർ അച്ഛൻ ഇവിടെ 2 മാസത്തേക്ക് അമേരിക്ക വിസിറ്റ് ചെയ്യാനും പാസ്റ്റ് മിനിസ്ട്രിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് സഹായിക്കാനൊക്കെ ആയിട്ട്. ബഹുമാനപ്പെട്ട ഒലിവർ ഇഞ്ചോടി അച്ഛൻ ഇപ്പോൾ ഇവിടെ ബ്രൂക്ലിൻ ന്യൂയോർക്കിൽ എൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഒലിവർ ഇഞ്ചോടി അച്ഛനെ ഇന്നത്തെ ഈ ചാവറ മിനിസ്ട്രിയുടെ ജപമാലയ്ക്ക് ശേഷമുള്ള സന്ദേശം നൽകാൻ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഉപകാരം എന്നെ പരിചയപ്പെടുത്തി കൊടുത്തതിന് എല്ലാവർക്കും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇങ്ങനെ ഒരു ക്യാമ്പ് എനിക്ക് പാർട്ടിക്കാണ് സംഘടിപ്പിച്ചു തന്നത്. കൊന്ത കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളോടും കൊന്ത കേൾക്കുന്ന അല്ലെങ്കിൽ കൊന്തയിൽ ഭാഗഭാഗിത്വം വഹിക്കുന്ന നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെറിയൊരു സന്ദേശം കൊടുക്കാനായിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ അച്ഛൻ്റെ ആവശ്യം ഞാൻ ഏറ്റെടുത്തത്. കാരണം നമുക്കറിയാം ഇന്നത്തെ ഈ ലോകത്തിലെ മതാചാരങ്ങളോടും മതഭക്തിയോടുമൊക്കെ 2 തരത്തിലുള്ള സമീപനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ സമീപനം അത് വളരെ ഒരു നെയ്റ്റ് ആറ്റിറ്റ്യൂഡായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ. രണ്ടാമത്തേത് അത് ഏറ്റവും കൂടുതൽ റാഡിക്കലായിട്ട്, ഏറ്റവും കൂടുതൽ അത് ഫനാറ്റിക്കലായിട്ട് തീർന്ന് അത് അക്രമാസക്തമായിട്ടുള്ള ഒരു ഭക്തി പാരവശ്യത്തിലോട്ട് തിരിയുന്ന ഒരവസ്ഥ. 2 അവസ്ഥകളും അതിൽ തന്നെ അഭികാമ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാം മതം നമ്മെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏത് മതമായാൽ തന്നെയും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടും ദൈവത്തിലുള്ള വിശ്വാസം അത് ജീവിതത്തിൽ പകർത്തിയെടുക്കാനായിട്ടുമാണ് മതാചാരങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കേണ്ടത്. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഏത് മതവും മനുഷ്യനെ ദൈവത്തോട്ട് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ പരിശുദ്ധ മറിയം. നമ്മുടെ പരിശുദ്ധ അമ്മ ദൈവത്തെ വഹിച്ച് ദൈവത്തെ മനുഷ്യ വംശത്തിന് പ്രദാനം ചെയ്യാനായിട്ട് ദൈവദൂതൻ വന്ന് മറിയത്തോട് ആവശ്യപ്പെടുമ്പോൾ മറിയത്തിന്റെ സമീപനം നമുക്കറിയാം. ആ സമീപനത്തെ മൊത്തത്തിൽ നമ്മൾ പേര് വിളിക്കുന്നതാണ് ഫിയാത്ത്, അല്ലെങ്കിൽ ഇതാ ദൈവദാസി എന്നുള്ള ആ മാതാവിന്റെ വിനയമായിട്ടുള്ള ഒരു പ്രകടനം. ഫിയാത്തിലെ ലൂക്കാസ് സുവിശേഷകന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ വാചകത്തിലാണ് മാതാവ് ഈ ഫിയാത്ത് ദൈവത്തോട് പ്രകടിപ്പിക്കുന്നത്. അതിനെ ദൈവദൂതൻ വന്ന് ചോദിക്കുകയാണ്, മറിയമേ, നിനക്ക് ദൈവപുത്രനായിട്ടുള്ള യേശുവിനെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യാനായിട്ട് ദൈവം തന്നെയാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത്. അതിന് നിനക്ക് സഹകരിക്കാമോ? നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ പ്രദാനം ചെയ്യാനായിട്ടുള്ള സഹകരണം നമുക്ക് ഏതെല്ലാം തരത്തിലെ ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമോ അത്രയധികമായിരിക്കും നമ്മുടെ ദൈവികമായിട്ടുള്ള വിശ്വാസ പ്രകടനം. മാതാവ് ഒരു തരത്തിലെ ആ വിശ്വാസത്തെ പ്രകടിപ്പിച്ചതാണ് ഫിയാത്ത് വഴിയായിട്ട്. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള വിശ്വാസ പ്രകടനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫിയാത്താണ്. പക്ഷേ മാതാവിന് ഈ ഫിയാത്ത് വളരെ എളുപ്പകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നില്ല. വളരെ മാതാവിനെ അസന്നിഗ്ധാവസ്ഥയിൽ ആഴ്ത്തിയ ഒരവസ്ഥയായിരുന്നു അത്. മാതാവ് പലപ്പോഴായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് ദൈവദൂതനോട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാനിത് എങ്ങനെയാണ് അറിയുക, ഞാനൊരു കന്യകയല്ലേ, ഇങ്ങനെ പല സംശയാസ്പദമായിട്ടുള്ള അവസ്ഥകളും മാതാവ് ദൈവദൂതനോട് പ്രകടിപ്പിക്കുന്നുണ്ട്.
കാരണം മാതാവിനെ ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രെഡിക്കമെന്റ് സിറ്റുവേഷനിലെ ഉൾപ്പെടുത്തിയ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ദൈവദൂതന്റേത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഫിയാത്ത് നിർവഹിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും അത് വളരെ എളുപ്പമുള്ള കാര്യമാണോ എന്നുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ മാതാവ് ഇത്രയും പ്രയാസമുള്ള ഒരു കാര്യം അത് ഏറ്റെടുത്ത് നിവൃത്തീകരിക്കാനായിട്ട് ദൈവത്തിന്റെ സഹകരണം തേടി ദൈവത്തോടു കൂടെ ആയിരുന്നു അത് നിർവഹിക്കാനായിട്ട് മാതാവിന് സാധിച്ചിരുന്നെങ്കിലേ നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് സാധിക്കാനായിട്ട് സാധ്യതയുള്ളത്. പക്ഷേ എന്താണ് ആവശ്യം? ദൈവത്തോടുകൂടെ സഹകരിക്കണം. നമ്മുടെ നല്ല ഒരു നിശ്ചയദാർഢ്യത നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നമീബിയ എന്ന് പറയുന്ന ആഫ്രിക്കയുടെ സദേൺ പാർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വൈദികനാണ്, CMI വൈദികനാണ്. ഡേവിഡ്സൺ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതുപോലെ തന്നെ CMI സഭയെ അവിടുത്തെ മേജർ സെമിനാരി ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഏൽപ്പിക്കാനായിട്ടുള്ള കാര്യം നമീബിയയിലുള്ള എല്ലാ ബിഷപ്പ്മാരും ചിന്തിക്കുകയാണ്, CMI വൈദികർ വന്നാൽ ഞങ്ങളുടെ വൈദികമായിട്ടുള്ള പരിശീലനത്തിനുള്ള ആ അവസ്ഥ അത് തീർച്ചയായിട്ടും അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പൂർത്തീകരിച്ച് ഞങ്ങളെ സഹായിക്കും എന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഹഠാത് ആകർഷിച്ചത്, ഞാൻ സെമിനാരിയിൽ ജോലി ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ മനുഷ്യരായിട്ട് പ്രത്യേകിച്ചും നമീബിയയിലുള്ള ജനങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകാനായിട്ട് കാരിത്താസിന്റെ ചില പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വളരെ കൃതാർത്ഥതയുണ്ട് എനിക്ക്. ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച ഒരു കാര്യം ആ ജനങ്ങളോടുമായിട്ടുള്ള സമീപനത്തിൽ നിന്ന്, ആഫ്രിക്കയിലെ അതിൽ തന്നെ കറുത്ത വർഗക്കാരുടെ ഇടയിലെ അത്രയധികം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എന്താ പറയാ മോറലായിട്ടുള്ള ലൈഫ് അത്രയും ഭംഗിയായിട്ടുള്ളതോ ഒന്നുമല്ല. പക്ഷേ മനുഷ്യർക്കൊരു നല്ല മനസ്സുണ്ട്. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരെ നയിക്കാനായിട്ട്, ലീഡ് ചെയ്യാനായിട്ട്, ഗൈഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ പരിപൂർണമായിട്ടുള്ള സഹകരണത്തിനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, കൂടുതലായിട്ട് നമ്മൾ വിദ്യാഭ്യസിക്കുമ്പോൾ, കൂടുതലായിട്ട് നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആകുമ്പോഴൊക്കെ ഈ നല്ല മനസ്സിനെ കുറച്ചൊക്കെ ഒരു മങ്ങലേൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസമുള്ളവർക്ക് ദൈവത്തോട് സഹകരിക്കാനായിട്ട് സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മനസ്സുണ്ടാകില്ല എന്നൊന്നും വിചാരിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും കറുത്ത വർഗക്കാരുടെ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരെ നയിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ വളരെയധികം അവർ നമ്മോട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മളുടെ ഈ അവസ്ഥയിലെ, പ്രത്യേകിച്ചും നമ്മൾ ദൈവത്തോട് സഹകരിക്കുന്ന ഈ അവസരത്തിലെ നമ്മെ കൂടുതലായിട്ടും ഈ സഹകരണത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് എന്താണ്? നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ചില ചിന്തകളാണ്, അല്ലെങ്കിൽ ചില അവസ്ഥകളാണ്. നമ്മുടെ സ്വാർത്ഥതയാണ് പലപ്പോഴും ദൈവത്തോട് സഹകരിക്കുന്നതിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മെ അകറ്റി നിർത്തുന്നത്. മാതാവിന്റെ ജീവിതത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ആ സ്വാർത്ഥതയാണ് മാതാവ് മാറ്റിവെച്ചിട്ട് പറയുന്നത്, ഇതാ ദൈവത്തിന്റെ ദാസി. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വാർത്ഥതയുടെ മേലെ നമുക്ക് സ്വല്പം ഒരു നിയന്ത്രണം ഉണ്ടാകണം, ഒരു കൺട്രോൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. നമ്മൾ മറിയത്തോട് ഓരോ ദിവസവും, പ്രത്യേകിച്ചും ഈ കൊണ്ടു ചെല്ലുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കുടുംബത്തിലുള്ള സ്വാർത്ഥതകൾ മാതാവേ നിന്റെ സഹകരണം വഴി കുറച്ചൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതായിരിക്കണം. നമുക്കറിയാം, എവിടെയൊക്കെ സ്വാർത്ഥതയുണ്ടോ, സ്വാർത്ഥതയാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ പൈശാചികമായിട്ട്
വ്യക്തികളെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ സ്വാർത്ഥതയാണ് ഏറ്റവും കൂടുതൽ മറ്റു വ്യക്തികളെ ഉപദ്രവിക്കാനായിട്ടും മറ്റു വ്യക്തികളിൽ നിന്നും അകലാനായിട്ടുമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും. അതുകൊണ്ട് സ്വാർത്ഥതയുടെ മേലെ നമുക്ക് ചെറിയതായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകുന്ന അവസരത്തിലെ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, അത് മറിയത്തിന്റെ ജീവിതത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം തരത്തിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ ലാഭങ്ങളോ ഉണ്ടായാലും അവിടെ ഒന്നുമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാനായിട്ടും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകലാനായിട്ട് സാധിക്കേണ്ടത്, മറിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയെ നുള്ളി കളഞ്ഞ് അത് വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ ജീവിതവും, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും ഇവിടെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. അവരൊക്കെ ഈ സ്വാർത്ഥതമായിട്ടുള്ള അവസ്ഥ നമ്മൾ ഓരോ ദിവസവും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ അറിയാതെ തന്നെ കടന്നു വരാം. അങ്ങനെ കടന്നു വരുന്ന അവസരങ്ങളിലൊക്കെ മാതാവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ സ്വാർത്ഥമായിട്ട് ജീവിക്കുന്ന അവസരങ്ങളിൽ നിന്നും മാറ്റി ഞങ്ങളെ കൂടുതലായിട്ടും ദൈവത്തോടും മനുഷ്യരോടും അടുക്കാനായിട്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് മറ്റുള്ളവരെ നമ്മൾ അടുപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പരിശ്രമിക്കുക, നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ മോഹങ്ങളെ പൂജിച്ചുകൊണ്ട് തന്നെ അതിനെ പരിസമാപ്തിയിലോട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് പരിശ്രമിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളെയാണ് നമുക്ക് കൂടുതലായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, എങ്ങനെയാണ് എനിക്ക് മാതാവുമായിട്ട് താതാത്മ്യപ്പെട്ട് എൻ്റെ ക്രിസ്തീയ വിശ്വാസം പരിരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിലോട്ടും ദൈവത്തിലോട്ടും അടുക്കാനായിട്ട് എന്നെ സഹായിക്കേണ്ടത് എന്നുള്ളത്. അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഈ സ്വാർത്ഥത നമുക്ക് കുറേശ്ശെ നുള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ചെറിയതായിട്ടുള്ളൊരു പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാച്ചേരിച്ചനും അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എന്നും ജീവിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ അവസരത്തിന് തീർച്ചയായിട്ടും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം. മാതാവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം പരീക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോ നിമിഷവും വളരെ പ്രയത്നിച്ചുകൊണ്ട് തന്നെ പരിശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മാതാവിന്റെ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബങ്ങളിലും നമ്മിലെ ഓരോരുത്തരിലും ധാരാളമായിട്ടുണ്ടാകട്ടെ. ആമേൻ. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരും. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ഏതാനും നിമിഷം ബഹുമാനപ്പെട്ട ഒലിവർ ഇഞ്ചോടിയച്ചൻ പരിശുദ്ധാമ്മയുടെ ഫിയാത്തിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയായിരുന്നു. എത്രയോ അനുഗ്രഹീതമാണ്. ബഹുമാനപ്പെട്ട ഇഞ്ചോടിയച്ചൻ ഇപ്പോൾ ആഫ്രിക്കയിലെ നബീബിയയിൽ സെമിനാരി വൈദ്യ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സന്ദർശന വേളയിൽ നമ്മോട് സംസാരിക്കുകയും നമ്മെ ഈ വചനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ബഹുമാനപ്പെട്ട ഒലിവർ ഇഞ്ചോടിയച്ചനോട് നന്ദി പ്രകാശിപ്പിക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇഞ്ചോടിയച്ചന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി തീരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഈ സമയം ആശീർവാദത്തിന് വേണ്ടി മുട്ടുകൾ കുത്തിയെന്ന് 2 കരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബം ഒരു ദേവാലയമാണ്. ആ കുടുംബമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ. നമുക്ക് ഈ സമയം 2 കരങ്ങളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം.
രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് ആസ്വദിക്കണമേ. സമാധാനം, കുടുംബ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും നാം ഓരോരുത്തരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.